കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പൊതുവേദിയിൽ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം ഉടലെടുക്കുന്നത്. മനോരഥങ്ങൾ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെ രമേശ് നാരായണന് ഉപഹാരം നൽകാനെത്തിയ ആസിഫ് അലിയുടെ കൈകളിൽ നിന്നും മൊമന്റോ വാങ്ങി സംവിധായകൻ ജയരാജന് നൽകിയ ശേഷം തനിക്ക് തരാൻ ആവശ്യപ്പെടുകയായിരുന്നു രമേശ് നാരായണൻ. വേദിയിൽ അപമാനിക്കപ്പെട്ട കടുത്ത വേദനയിലും പുഞ്ചിരിയോടെയാണ് ആസിഫ് തന്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത്. ഇതിന്റെ വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലായതോടെ രമേശിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. സംഭവത്തിനു പിന്നാലെ മാപ്പ് പറഞ്ഞ രമേശ് എത്തിയിരുന്നു. ഇപ്പോഴിതാ ഈ സംഭവത്തിൽ ആസിഫ് അലിയുടെ പ്രതികരണമാണ് എത്തുന്നത്. കൊച്ചിയിൽ സിനിമാ പ്രൊമോഷനിടെയായിരുന്നു ആസിഫ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. രമേശ് നാരായണൻ ഫോണിൽ വിളിച്ചുവെന്നും തനിക്കുള്ള പിന്തുണ മറ്റൊരാൾക്കെതിരെയുള്ള വിദ്വേഷത്തിന് വഴിവെക്കരുതെന്നും ആസിഫ് പറഞ്ഞു. മോനെ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് രാവിലെ രമേശ് നാരായണൻ സന്ദേശം അയച്ചു. തുടർന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. നിരവധി മാനസിക പിരിമുറുക്കങ്ങളുടെ നടുവിലായിരുന്നു അദ്ദേഹം. ആ നിമിഷത്തിൽ അദ്ദേഹത്തിനുണ്ടായ തെറ്റിദ്ധാരണയാണത്. അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന വേദന തനിക്ക് മനസ്സിലാകും. അഭിപ്രായം വൈകിയത് പ്രതികരണത്തിൽ സൂക്ഷ്മത പുലർത്താനായിരുന്നു, ആസിഫ് അലി പറയുന്നു. എല്ലാ മനുഷ്യനും ഉണ്ടാകുന്ന ടെൻഷൻ അദ്ദേഹത്തിനുമുണ്ടായി. സങ്കടവും ദേഷ്യവും ഉണ്ടാകുന്ന വ്യക്തി തന്നെയാണ് ഞാനും. എനിക്ക് അതിൻ്റെ പേരിൽ യാതൊരു ടെൻഷനും ഉണ്ടായിട്ടില്ല. മതപരമായി പോലും വിഷയത്തെ പലരും സമീപിച്ചു. അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഘട്ടത്തിൽ വരെ എത്തി. രമേശ് നാരായണനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ ഇനി അത് ഉണ്ടാകരുതെന്നും ആസിഫ് അഭ്യർത്ഥിച്ചു.